ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗോൾഡ് പർച്ചേസിങ് വീഡിയോയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആറ്റിങ്ങൽ കല്യാൺ ജുവലേഴ്സിലാണ്. അപ്പോൾ നമ്മുടെ ഡ്രസ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ബഡ്ജറ്റ് പറഞ്ഞപ്പോൾ ആ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരുപാട് ടൈപ്പ് നെക്ലേസ് അവർ കാണിച്ചു തന്നു. ഫസ്റ്റ് അവർ കാണിച്ചതെല്ലാം കേരള മോഡൽ ഓർണമെൻറ്റ്സ് ആയിരുന്നു. അതിൽ ഫസ്റ്റ് ഈ ഒരു പാലക്ക എനിക്ക് ഇഷ്ടമായിരുന്നു. പാലക്ക എപ്പോഴും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഞാൻ അടുത്ത് വെച്ച് നോക്കിയതാണ്. പക്ഷേ ഇത് പാലക്ക വാങ്ങാൻ ഒരു പ്ലാനേ ഇല്ലായിരുന്നു. അവരിത് വെച്ച് നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് വെച്ച് നോക്കിയതാണ്. അപ്പോൾ പാലയ്ക്ക അല്ലാണ്ട് അവർ വേറെ ഒരുപാട് കേരള സ്റ്റൈൽ മോഡൽ എനിക്ക് കാണിച്ചു തന്നായിരുന്നു. പിന്നെ ഈ ഒരു ടൈപ്പ് ഇതെനിക്ക് ഇഷ്ടമായതാണ്. ഇത് ഞാൻ സെലക്ട് ചെയ്ത മാലയാണ്. ഇത് കല്യാണത്തിന് വേണ്ടിയിട്ടല്ല, നമുക്ക് ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടൊരു നെക്ക് പീസാണത്. അപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ആൻറ്റീക്ക് മാല അപർണയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ അവൾ ട്രൈ ചെയ്യുകയാണ് ഈ ഒരു മാല. ഇത് കണ്ടാൽ ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്നെങ്കിലും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു മാലയാണ്. നല്ല ഭംഗിയാണ്, ഫുൾ ആൻറ്റീക്ക് ഫിനിഷിങ്ങിൽ വന്നൊരു മാലയാണ്. അപ്പോൾ എൻ്റെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഡയമണ്ട് നെക്ലേസുകൾ അവരെനിക്ക് കാണിച്ചു തന്നു. ഇതെല്ലാം ഞാൻ പറഞ്ഞ ബഡ്ജറ്റിലുള്ള ഡയമണ്ട് നെക്ലേസുകളായിരുന്നു. എനിക്കിത് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ ഡയമണ്ട് വാങ്ങിക്കാൻ ആക്ച്വലി എനിക്ക് പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര ഭംഗിയായിരുന്നു. എടുത്തിരുന്നെങ്കിൽ എൻ്റെ സാരിക്ക് എന്തായാലും ഇത് മാച്ച് ആവുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതും ഞാൻ ഇതൊക്കെ സിമ്പിളായിട്ട് വരുന്നൊരു ഡയമണ്ട് കളക്ഷൻസിൽ വരുന്ന നെക്ലേസുകളാണ്. അപ്പോൾ ഇതിൻ്റെയും ഒരുപാട് ടൈപ്പ് അവരെനിക്ക് കാണിച്ചു തന്നായിരുന്നു. ഈ ഒരു ടൈപ്പ് നെക്ലേസ് ഞാൻ പ്ലാൻ ചെയ്ത മനസ്സിൽ ആഗ്രഹിച്ചൊരു ഡിസൈനായിരുന്നു. അപ്പോൾ ഈ ഒരു നെക്ലേസ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി. പക്ഷേ കുറച്ച് വെയിറ്റും കൂടുതലായിരുന്നു. അതുമല്ല കുറച്ച് ഹെവി ആയിട്ട് തോന്നി. അപ്പോൾ ഇത്രയും ഹെവി ആയിട്ടുള്ള നെക്ലേസ് വേണ്ടെന്ന് കരുതി ഞാൻ കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള നെക്ലേസുകളാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം പ്രഷ്യസ് സ്റ്റോൺസിൽ വരുന്ന നെക്ലേസുകളാണ്. അൺകട്ട് പ്രഷ്യസ് സ്റ്റോൺസിൽ വരുന്ന പല ടൈപ്പ് മെറ്റീരിയലാണ്. ഈ ഒരു ചോക്കർ ടൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു നെക്ലേസ് എന്ന് പറഞ്ഞാൽ ഫുൾ റൂബി സ്റ്റോൺസും അൺകട്ട് സ്റ്റോൺസും ഒക്കെ വരുന്നതാണ്. അതിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ ആയിരുന്നു. ഇതിനകത്ത് ബ്ലാക്ക് സ്റ്റോണും വൈറ്റ് സ്റ്റോണും മാത്രം വരുന്നത്. ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ, ഭയങ്കര ഷൈനിങ് ആണ് ഈ ഒരു ടൈപ്പ് നെക്ലേസ് കാണാൻ വേണ്ടി. പക്ഷേ ഫുൾ സ്റ്റോണാണ്, ഗോൾഡ് കുറവും സ്റ്റോൺ കൂടുതലായിട്ട് വരുന്ന നെക്ക് പീസുകളാണ്. പിന്നെ അവിടുത്തെ കളക്ഷൻസ് ഒന്നും പറയേണ്ട, എല്ലാം അടിപൊളി കളക്ഷൻസാണ്. ബാംഗിൾസ് ആയാലും ഇതൊക്കെ എനിക്ക് ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ എടുത്ത മാല ഈ ഒരു മാല സെലക്ട് ചെയ്തു. പിന്നെ ഞാൻ എടുത്ത മാല ഈ ഒരു മാലയാണ്. ഇതാണ് വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് എടുത്ത മാല. അപ്പോൾ മാല എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെയും അവിടുത്തെ കുറേ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടേയിരുന്നു. ബില്ലിങ്ങിന് ടൈം എടുക്കും. ആ ടൈമിൽ നമ്മൾ കുറേ കൂടി കളക്ഷൻസ് എല്ലാം നോക്കി കണ്ടു. അപ്പോൾ ഞാൻ എടുത്ത മാല എന്ന് പറയുന്നത് ഒരു റൂബിയും എമറാൾഡും ഒക്കെ വരുന്ന ഒരു കട്ട് സ്റ്റോൺ ആൻറ്റീക്കും ആണ്, എന്നാൽ പ്രഷ്യസ് സ്റ്റോൺസും കൂടി വരുന്ന ഒരു നല്ലൊരു മാലയാണ്. അപ്പോൾ ഇതാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിയ മാല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.